കഠോപനിഷത്ത് ബുക്ക്, കഠോപനിഷത്ത് ബുക്കോ P84 പേജാവും, 3-ാം വല്ലി, ശ്ലോകം 12 ൽ ലക്ഷ്മണൻ, സീത, രാമൻ എന്നീ ഓർഡറിലാണ് നടന്ന് എന്ന് പറയുന്നത്. കഠോപനിഷത്തിലോ? അങ്ങനെ സംഭവമില്ലല്ലോ. കഠോപനിഷത്ത് രാമനും ഇല്ല, രാമനും ഇല്ല, സീതയില്ല, ലക്ഷ്മണനും ഇല്ല, ആരുമില്ല. ആ കൂടി അവിടെ നചികേതസും യമനേ ഉള്ളൂ, വേറെ ആരുമില്ല. എന്താണ് 3-ാം ഗ്രൂപ്പുകാർക്ക് പറ്റിയത്? എന്നാൽ പല രാമായണ വെർഷനിലും ഭഗവാൻ രാമൻ മുൻപിലും സീത ഇടയിലും ലക്ഷ്മണൻ പിറകിലുമായി ആണ് നടക്കുന്നത്. ഏതാണ് ശരിയായ വെർഷൻ? ഭഗവാനെ ഒന്ന് നോക്കണം കേട്ടോ വാൽമീകി രാമായണം. നമുക്ക് സമയമുണ്ടെങ്കിൽ നോക്കാം. ഇപ്പോൾ തന്നെ, ഇപ്പോൾ നമുക്ക് സമയമില്ല, എന്തായാലും കഴിയുന്നതിന് മുമ്പ് നോക്കാം. ഏതായാലും സീത നടുക്കാണ്, അതിൽ സംശയമില്ല. ആവയോർ മധ്യകാ സീത, നമ്മുടെ നടുക്കാണ് സീത. ലക്ഷ്മണൻ മുമ്പിൽ ഇങ്ങനെ വഴി ഉണ്ടാക്കി നടന്ന, അതെ, വഴിയൊരുക്കി ലക്ഷ്മണൻ മുമ്പിൽ, അതാണ് ശരി. അതെ, വഴിയൊരുക്കി, അതാണ് വാൽമീകി രാമായണത്തിൽ നിന്നാണ് ഇപ്പൊ അങ്ങനെ ഭാനം വരുന്നത്. വഴി ശരിയാക്കിക്കൊണ്ട് ലക്ഷ്മണൻ പാവം മുമ്പിൽ അങ്ങനെ നടക്കുക. അതിന് പിന്നിലായിട്ട് സീതാദേവി, സീതാദേവിയുടെ പിന്നിലായിട്ട് രാമൻ. അങ്ങനെയാണ് ഇപ്പൊ ഭാനം വരുന്നത്. ഇത്രയേ പറയാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പൊ തോന്നണത്. അധ്യാത്മത്തിൽ തിരിച്ചോട്ടെ, വാൽമീകിയിൽ ഇങ്ങനെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വഴി ഉണ്ടാക്കിയിട്ട് പണിയെടുക്കുന്നത് പാവം ലക്ഷ്മണനാ. വഴി കാട്ടിലല്ലേ, കാട്ടില് ചെടികളൊക്കെ മുറിച്ച് മുള്ളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി. അവർക്ക് വഴി, ഇതെന്താ റോഡുണ്ടോ കാട്ടുകൂടെ? ഏയ്, കാട്ടുകൂടെ റോഡില്ല. വന്യമൃഗങ്ങൾ നടന്ന പാടേ ഉള്ളൂ, വേറൊന്നും വഴിയില്ല. അത് നൂണ്ടു പോകേണ്ടി വരും, ഒക്കെ വേണ്ടി വരും. ആലോചിച്ചൊക്കെ എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടമാവും. കുറച്ച് കാലമൊന്നും അല്ലേ. അപ്പോൾ മുമ്പിൽ ലക്ഷ്മണൻ, മധ്യേ സീതാദേവി, പിന്നിൽ രാമൻ. അങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ നിന്നാണ് 99% ഇപ്പോൾ പറയണത്. തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം, തെറ്റല്ലാണ്ട് ശരി തിരുത്താൻ പറ്റുമോ? എവിടെ അധ്യാത്മ രാമായണാണോ വാൽമീകിയാണോ? ആണോ? അധ്യാത്മരാമായണം രാമനാണ് മുമ്പിൽ അല്ലേ? അതെയാ? നോക്കാം. ഏതായാലും വാൽമീകിയിൽ ഇങ്ങനെയാണ് ഓർമ്മ.